എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് ഇന്ന് വീണ്ടും കർക്കിടകം സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എള്ള് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് എള്ളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എള്ളിൽ നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 4-5 തവണയോളം നല്ലപോലെ വാഷ് ചെയ്യണം. നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് മാറ്റി വെക്കണം. അപ്പോൾ 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് എള്ളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കപ്പളവോ അല്ലെങ്കിൽ ഗ്ലാസ് അളവോ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണിയിലോട്ട്, ഒരു ഉണങ്ങിയ തുണിയിലോട്ട് ഇത് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാടൊക്കെ ഡ്രൈ ആവാണെന്ന് നിർബന്ധമില്ല. ചെറുതായിട്ടൊരു നനവുണ്ടെങ്കിലും പ്രശ്നമില്ല. ഒന്ന് കാരണം വെയിലത്തൊന്നും വെച്ച് ഉണക്കിയെടുക്കണ്ട. ഒന്ന് ഫാനിൻ്റെ ഒക്കെ ചോട്ടിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് വെയിലത്തൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാനവിടെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിരുന്ന ഈ എള്ളിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒന്ന് പൊട്ടി വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ എള്ളിലാണെങ്കിലും ധാരാളമായിട്ട് മഗ്നീഷ്യം, അയണും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുബലം ഒക്കെ ഉണ്ടാവാനായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഷുഗർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും, പിന്നെ ആർത്രൈറ്റീസിൻ്റെ പെയിനൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഒരുപാട് പെയിനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ എള്ളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഈ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ചിലവർക്ക് കൈകാലൊക്കെ ഭയങ്കരമായിട്ട് കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഇത് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. കൈകാൽ കടച്ചിലിനൊക്കെ നല്ല കുറവുണ്ടാവും. പിന്നെ അതുപോലെ പീരിയഡ്സ് ഒന്നും കറക്റ്റ് അല്ലാത്തവർക്കൊക്കെ അത് കൺട്രോൾ ആവാനും കറക്റ്റ് ആവാനൊക്കെ ആയിട്ട് എള്ള് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എള്ള് നമ്മുടെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെയൊക്കെ നീക്കം കളഞ്ഞിട്ട് ഈ കുടവയറും അമിതവണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ എള്ളൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ആറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ആറിയ ശേഷം അതൊരു മിക്സർ ജാറിലോട്ട് ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കാരണം ഒന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. വലിയവർക്കൊക്കെ ആണെങ്കിൽ പൊടിക്കണമെന്നില്ല, ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിർബന്ധമില്ല പൊടിക്കണമെന്ന്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നമുക്ക് നിലക്കടല ഇട്ട് കൊടുക്കുക. നിലക്കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് തൊലിയോട് കൂടിയിട്ടതോ തൊലി കളഞ്ഞിട്ടുള്ളതായിട്ടുള്ള നിലക്കടല എടുക്കുക. തൊലിയോട് കൂടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടുള്ളത് ഒന്ന് വറുത്ത ശേഷം തൊലിയൊക്കെ കളഞ്ഞ ശേഷമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നിലക്കടല ഒന്ന് വറുത്ത് കിട്ടാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കേട് വന്ന പോലത്തെയൊക്കെ നിലക്കടല ഉണ്ടാവും. അതൊക്കെ നമ്മൾ കളയണം കേട്ടോ, എടുത്ത് കളയണം. അപ്പോൾ കണ്ടോ, നിലക്കടലയും ഈ ഒരു പരുവാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് ആറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു മിക്സർ ജാറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു 2 സ്പൂണ് ഞാനിവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും തൊണ്ടയിലൊക്കെ ഇങ്ങനെ കുടുങ്ങാതിരിക്കാനായിട്ടാണ് കേട്ടോ ഞാനത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കണമെന്നില്ല, നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോയ്ക്കൊക്കെ നമുക്ക് ഇടുന്നത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഫൈൻ പൗഡറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതും ഞാൻ പൊടിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കരിപ്പെട്ടിയാണ്. അപ്പോൾ ഒരു 8
തൊട്ട് ചെറുതായിട്ടുള്ള കരിപ്പട്ടിയാണ് കേട്ടോ. ഒരുപാട് വലിയ സൈസല്ല, ചെറുതായിട്ടുള്ള കരിപ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 300-350 ഗ്രാമോളം എടുത്തു കഴിഞ്ഞാൽ പാകമായിരിക്കും. പിന്നെ നിങ്ങളുടെ മധുരത്തിന് വേണ്ടതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. കരിപ്പട്ടി ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കാം. ശർക്കരയെക്കാട്ടിലും കൂടുതൽ ഗുണങ്ങളുള്ളത് കരിപ്പട്ടിയാണെന്ന് മാത്രം. അതിലൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു നൂൽ പരുവം അങ്ങനെ ഒന്നും ആവണ്ട, ജസ്റ്റ് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒക്കെ കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മുതൽ ഒരു 1.25 കപ്പ് വരെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നമ്മൾ നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ തേങ്ങയിലത്തെ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റായി കിട്ടണം. നല്ല ആ ഒരു വെള്ളമയം ഉണ്ടാവേണ്ട നല്ലപോലെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടണം. കുറച്ച് ദിവസമൊക്കെ എന്നാലേ കേട് വരാതിരിക്കുള്ളൂ. തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേട് വന്ന് പോവും. അപ്പോൾ നല്ലപോലെ ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ തേങ്ങ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കരിപ്പട്ടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൽ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് നമ്മളൊന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. വിളയിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം പിന്നെ ഒരുപാട് ആ വെള്ളം വറ്റിച്ചെടുക്കണ്ട. ഒത്തിരി അങ്ങോട്ട് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഭയങ്കര ഹാർഡായിട്ട് മാറും. അപ്പോൾ ചെറിയൊരു നനവോട് കൂടി തന്നെ വേണ്ടത് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കരിപ്പട്ടിയൊക്കെ നമുക്ക് സാധാരണ കടകളിലൊക്കെ തന്നെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ശർക്കരയെക്കാട്ടിലും എല്ലാവരും ഇത് തന്നെ ഇടാനായിട്ട് നോക്കുക. കാരണം ഗുണങ്ങൾ ഏറെ ഉള്ളത് കരിപ്പട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവാവുന്ന വരെ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഒരുപാട് വറ്റിയിട്ടുമില്ല, ഒരുപാട് വെള്ളം പോലെ ഇല്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അവിടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതും പിന്നെ 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടലയില്ലേ അതും കൂടി മൊത്തത്തിൽ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവിടെയും എല്ലാം നല്ലപോലെ ആവുന്ന വരെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു വെള്ളമയം ഉണ്ട് കേട്ടോ അതിൽ. ആ ശർക്കരയുടെ ഒരു നനവുണ്ട്. കാരണം ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് കട്ടിയാവും. പിന്നെ നമുക്ക് അത് ആറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടിക്കാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണിലെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് നമ്മുടെ എള്ളുണ്ട മാതിരി ഉണ്ടയാക്കിയിട്ടും നമുക്കിതൊക്കെ കഴിക്കാം. ഇതൊരു ഒരാഴ്ചയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അതിന് മീതെ വെച്ച് കഴിഞ്ഞാൽ കേടുവരും. തേങ്ങയ്ക്കുള്ളത് കൊണ്ട് തന്നെ കേടുവരും. അപ്പോൾ ചെറിയ അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും കഴിക്കാനൊക്കെ നോക്കുക. അപ്പോൾ എള്ളൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ചൂടായതുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസമൊക്കെ ഈ എള്ളു കൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുന്നത്. മറ്റുള്ള ചൂടുള്ള മാസമൊന്നും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വളരെ നല്ലതാണത് നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് ഈ ഒരു മാസം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.